എന്റെ സ്ഥലം കൊല്ലം കുണ്ട്ര പെരുമ്പുള്ളിയാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. ഒരു 13 കൊല്ലം എൽസെഫ്റ്റി എൻവയോൺമെന്റൽ എഞ്ചിനീയറായിട്ട് പെട്രോളിയം ഡെവലപ്മെന്റ് ഓഫ് ഒമാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോ ദീപൻ പേര്. അപ്പോ ഹെൽത്ത് ആണ് പ്രധാനമായിട്ടുള്ള ഒരു കൺസേൺ എന്ന് മനസ്സിലാക്കി. ഞങ്ങളിപ്പോ ഒരു ഹെൽത്ത് അസസ്മെന്റ് ലേബേഴ്സ് നടത്തുന്നത്. ഏകദേശം 10,000 പേരുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഹെൽത്ത് അസസ്മെന്റ് നടത്തുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഡീജനറേഷൻ സംഭവിക്കുന്നതിനുള്ള ആഹാരമാണ് ഡീജനറേഷൻ സംഭവിക്കുന്നതിനുള്ള റീസൺ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് ഏരിയ വീഡിയോയുടെ അനുവാദത്തോടു കൂടി വെജിറ്റബിൾ കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയാണ് ഈ കൃഷിയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ഒരു കാരണമാണ്. അങ്ങനെ ചെയ്ത് അവിടുത്തെ പത്രത്തിലൊക്കെ നമ്മുടെ വാർത്തയിൽ ഒരു 23 പേര് കൂടി ചെയ്തത് അവസാനം ആ ഒരു ഗ്രൂപ്പിൽ 5000 സംതിങ് പേരെ ആക്കിയതിനു ശേഷമാണ് ഞാൻ ഒമാനിൽ നിന്ന് വിട്ട് നാട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ഒരു 3-3.5 വർഷമായിട്ട് പൂർണ്ണമായിട്ടും കൃഷി അധിഷ്ഠിത തൊഴിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് മുമ്പ് വൃക്ഷായുർവേദം കുറെ പ്രാക്ടീസ് ചെയ്തിരുന്നു. 3 മാസത്തിൽ 1 മാസത്തെ ലീവിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന 1 മാസവും പൂർണ്ണമായിട്ട് കൃഷി തന്നെയാണ്. വീട്ടുകാർ ഭയങ്കര ബഹളമാണ്. നീ 1 മാസമെങ്കിലും ഇവിടെ ലീവിന് വരുമ്പോ അറ്റ്ലീസ്റ്റ് വീട്ടുകാരോട് ഇരിക്കാനുള്ള സമയം, ആ ഒരു കൊച്ചിലെ മുതലുള്ള ഒരു കൃഷിയോടുള്ള ഒരു അടങ്ങാത്ത ഒരു താല്പര്യം അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതിനിടയ്ക്ക് പൂർണ്ണമായിട്ട് കൃഷിയുമായിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. ഒരു ഇന്റഗ്രേറ്റഡ് ഫാം സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഫാം വലിയ സക്സസ് അല്ലായിരുന്നു തുടക്കത്തില്. പ്രധാനമായിട്ടും നമ്മളുടെ വെറ്റിനറി ഫീൽഡ് വളരെ ഫെയിലാണ്. അത് ഈ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാരണവശാലും അനിമൽ ഹസ്ബൻഡറി ഫീൽഡ് അത് ഒട്ടും നമുക്ക് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു മെഡിസിൻ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഒരു പനി വന്നാൽ നമ്മൾ ഒരു മരുന്ന് കൊടുത്താൽ ആ ജീവി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ വാക്സിനേഷൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വാക്സിനേഷൻ ചെയ്ത പല ജീവികളും ചത്തുപോയി ആ ഒരു റീസൺ കൊണ്ട്. അതായത് അവർ പറയുന്നത് ഒന്നുകിൽ ആ മരുന്ന് കൊണ്ടുവന്നതിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ പ്രശ്നമാകാം, അല്ലെ സമയത്ത് എടുക്കാത്തതിന്റെ പ്രശ്നമാകാം. അത് നമ്മുടെ പ്രശ്നമല്ല, അതെല്ലാം അവരുടെ പ്രശ്നങ്ങളാണ്. എന്നിട്ട് പോലും ഏകദേശം കുറെ ജീവജാലങ്ങൾ അങ്ങനെ ചത്തുപോയി. അതിനുശേഷം പൂർണ്ണമായിട്ടും കൃഷി മാത്രമേ, മീൻസ് പച്ചക്കറി അല്ലെങ്കിൽ മറ്റ് വാഴ അങ്ങനെയുള്ള വിളകളിലേക്ക് പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് 2021 കിട്ടി. അതിനുശേഷം ബ്ലോക്കിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് കിട്ടി. ജില്ലയിലെ സംസ്ഥാന അവാർഡ്, സംസ്ഥാന സർക്കാരിന്റെ ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള കൊല്ലം ജില്ലയിലെ അവാർഡ് ഇപ്രാവശ്യത്തെ എനിക്കായിരുന്നു. സംസ്ഥാന തലത്തിലേക്ക് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ഇപ്രാവശ്യം മത്സരിച്ചത് ഞാനാണ്. 18 പേരുടെ നോമിനേഷൻ ഉണ്ടായിട്ട് സെലക്ട് ആയത് ഞാനാണ്. അങ്ങനെ ഒരുപാട് പിന്നെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ബ്ലോക്ക് തല എല്ലാവർക്കായിട്ട് പ്രവർത്തിക്കുന്നു. 5 കൃഷിഭവനിലെ പൂർണ്ണ ചുമതല, ക്ലാസുകൾ എടുക്കുന്നതിനുള്ള പൂർണ്ണ ചുമതല ഇപ്പൊ ഞാനാണ് വഹിക്കുന്നത്. അതിനിടയ്ക്ക് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൈവ കൃഷിയിൽ ഡിപ്ലോമ എടുത്തു. അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തു. ഞാൻ സാറ് പരിചയപ്പെടുന്നത് മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ INM കോഴ്സ്, ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് ചെയ്തപ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രീൻ പ്ലാനറ്റിലേക്ക് എത്തിപ്പെടുന്നത്. ഗ്രീൻ പ്ലാനറ്റിനെ പറ്റി മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും വേണു സാർ അല്ലെ, പാലക്കാടുള്ള വേണു സാറുമായിട്ട് കോൺടാക്ട് ചെയ്തു. പ്രോഡക്റ്റ് ഒക്കെ പുള്ളി തരാമെന്നൊക്കെ എഗ്രി ചെയ്തിട്ട് ഞാൻ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൃഷിയോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോ INM കോഴ്സിൽ വന്ന് രാധാകൃഷ്ണൻ സാറിന്റെ ഒരു അഡ്വൈസും പുള്ളിയുടെ അവിടെ ഒരു ചെറിയ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കേട്ടോ വെച്ചാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഗ്രീൻ പ്ലാനറ്റിൽ എത്തിയതിനു ശേഷം തീർത്തും നല്ല റിസൾട്ടാണ്. നമുക്ക് കൈ നനയാതെ ജൈവ കൃഷി ചെയ്യാമെന്ന് ആ പ്രോഡക്റ്റുകളിൽ നിന്ന് മനസ്സിലായി. അത് നല്ല റിസൾട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാം.
വൃക്ഷായുർവേദം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂർണ്ണ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എഫേർട്ട് കൂടുതലാണ്. പല മരുന്നുകളും 7-8 മണിക്കൂർ വാറ്റിയെടുത്തതിന് ശേഷമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അതിനെ സൂക്ഷിച്ചു വെക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. പലതും പൊളിച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഉണ്ടാക്കി അപ്പോൾ യൂസ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എഫേർട്ട് അതിന്റെ പുറകിലുണ്ട്. എഫേർട്ട് ഇട്ട് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ വൃക്ഷായുർവേദവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രോഡക്റ്റുകളിൽ എത്തിയതും പ്രോഡക്റ്റ് നല്ലൊരു റിസൾട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോ 600ഓളം പ്ലാവുകളുടെ ഒരു പ്ലാന്റേഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു 7ഓളം ചെറിയ ഫാമുകളുടെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രീൻ പ്ലാനറ്റിൽ വന്നതിന് ശേഷം അവരുടെ പ്രോഡക്റ്റുകൾ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബേസ്മെന്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. സാറിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സാറിന്റെ കോണ്ടാക്റ്റിൽ ഇപ്പൊ 2 പേര് ഇന്നുമായിട്ട് ഇന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഒരു ചെറിയ എക്കോ ഷോപ്പ് നടത്തുന്നുണ്ട്. കൃഷിഭവന്റെ തന്നെ എക്കോ ഷോപ്പാണ്. ജൈവ പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന ഒരു എക്കോ ഷോപ്പ്. അതായത് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ പദ്ധതി പ്രകാരം കൊല്ലം ജില്ലക്ക് കിട്ടിയ ഒരു എക്കോ ഷോപ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് ജൈവ കൃഷിയുമായിട്ട് നിൽക്കുന്നത് കൊണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടും ഈ ജൈവ കൃഷിയുടെ പ്രോഡക്റ്റുകൾക്ക് ഒരുപാട് ആവശ്യക്കാർ ഷോപ്പിൽ വരാറുണ്ട്. അങ്ങനെ കുറെ കോൺടാക്റ്റുകൾ നമ്മൾ ഗ്രീൻ പ്ലാനറ്റിലൂടെ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. സാറിന്റെ കേരളത്തിൽ ഇന്നും ഒരാള് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റാഫിനെ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരെ ഡീൽ ചെയ്തോളും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അനിയത്തി. ഞങ്ങൾ കൃഷി ലോകം എന്നുള്ള യൂട്യൂബ് ചാനലായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. കൃഷി മേഖലയോടുള്ള പാഷൻ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കല്യാണം കഴിച്ച് വന്നപ്പോ ആർക്കും കൃഷിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ കൃഷിയിലെ കുറച്ചൊക്കെ നന്നായിട്ട് നമ്മുടെ വീട്ടിലെ കൃഷിയൊക്കെ പ്രത്യേകിച്ച് കൊറോണ വന്നതിന് ശേഷമാണ് ഞങ്ങള് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന അങ്കമാലി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഒക്കെ കൃഷി ചെയ്ത് പോരുന്നു. അപ്പൊ അതിനടുത്ത് ഫംഗസിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് 100ഓളം പ്ലാവുണ്ട്. അപ്പൊ അതിനൊക്കെ ഫംഗസ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിന് സാറിന്റെ ഫാമിലി വീട്ടിൽ വന്നിട്ട് കൃഷിയൊക്കെ കണ്ടപ്പോ ആദ്യമായി വളരെ ഇൻട്രസ്റ്റഡ് ആയി. എനിക്കും അതുപോലെ അങ്ങനെയാണ് ഞങ്ങള് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് വീട്ടിൽ വരുന്നു, ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചപ്പോ നല്ല റിസൾട്ട്. ആള് പറയുന്നത് ചില സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും നന്നായിട്ട് വളരെ ബ്ലൂമൊക്കെ അപ്ലൈ ചെയ്തപ്പോ അതുപോലെ എക്സി പൗഡർ യൂസ് ചെയ്തപ്പോഴും നല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ഞങ്ങള് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 25 ദിവസം കഴിക്കുമ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടപ്പോഴാണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളായിട്ട് വിളികളും കാര്യങ്ങളും. ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫെബ്രുവരി 19 അല്ലേ? പക്ഷെ എല്ലാത്തിലും നല്ല പ്ലാവിലൊക്കെ. പക്ഷെ ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വീണ്ടും വരുന്നുണ്ട്. പിന്നെ ചാമ്പയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ മുടിച്ച കണ്ടീഷനിലായിരുന്നു. അതായത് നമ്മള് അധികം കെയറൊന്നും ചെയ്യാത്ത വീടിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ചാമ്പമരമായിരുന്നു. എന്റെ അച്ഛൻ തന്ന അച്ഛനിപ്പില്ല. പക്ഷെ അപ്പൊ അതിങ്ങനെ ബ്ലൂമൊക്കെ എടുത്തപ്പോ നല്ല സൂപ്പർ ആയിട്ട് ചാമ്പങ്ങ നിറച്ചുണ്ടായിട്ടുണ്ട് ഇപ്പോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. സാധാരണ കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ എല്ലാത്തിനും നല്ല നമ്മള് അതുപോലെ തന്നെ മാവൊക്കെ പൊടിച്ച് എല്ലാം തലവേദന വന്നു. അതുപോലെ ഗ്രോയിങ് മൈക്രോഫീമാണ് നമ്മൾ യൂസ് ചെയ്തത് പെട്രോളിയത്ത്. അപ്പൊ അതിലൊക്കെ എനിക്ക് നല്ല സൂപ്പർ റിസൾട്ട്. കുറെ ഇലകൾ വന്നു. അതുപോലെ തന്നെ മറ്റേ എല്ലാം കട്ട് ചെയ്യുന്നതിനുള്ള പ്രത്യേകിച്ചുള്ള സാധനങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പഠിച്ചെത്തിയിട്ടില്ല. എന്നാലും ആ കട്ടിങ്ങും ഒക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം ചെയ്ത് ഒക്കെ പോന്നിട്ടും വലിയ കുഴപ്പമില്ലാതെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മള് നൈട്രോജനും മറ്റേ ഗ്രോയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് അടിച്ച് കഴിഞ്ഞപ്പോ ആ പ്രോബ്ലം ഒരു പരിധി വരെ സ്റ്റാർട്ടിങ് ആണ്. എന്നാലും കുഴപ്പമില്ലാതെ സന്തോഷകാരെ ഒത്തിരി പേര് നമ്മളോട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നമ്പറൊക്കെ വാട്സപ്പിൽ വീഡിയോയില് ഡിസ്ക്രിപ്ഷനിലൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ സ്ഥലത്തുള്ള പ്രോഡക്റ്റുകളുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കുക പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാം നമ്മൾ പഠിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. നമ്മള് വേറെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ രാത്രി 12 മണി വരെയൊക്കെ നമ്മൾ ഇരുന്നിട്ടാണ് നമ്മൾ കൃഷി പറമ്പിലെ പണിയും ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു സമയത്താണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും മറുപടി എല്ലാവർക്കും റിപ്ലൈ നമ്മൾ മാക്സിമം അന്ന് തന്നെ നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു സർവീസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എല്ലാവരും കൃഷി ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കാര്യം. ഒരുപാട് പേര് രോഗികളായിട്ടുള്ളവർ വരെ കൃഷിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം വൈരാധീനത്തെ ഒത്തിരി റിലീഫ് കാര്യങ്ങൾ വന്നതായിട്ട്
നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃഷിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വന്നപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഇല്ല, വളരെ സന്തോഷമാണ്. പക്ഷെ തിരക്കുണ്ട്, നല്ല അടിപൊളി തിരക്കുണ്ട്. അതുകൊണ്ടുള്ള ചെറിയ ഉള്ളൂ. നമ്മൾ സ്റ്റാഫും കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര പേർക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. അതിന്റെ കുറച്ച് തിരക്കാണ്. എന്നാലും ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും ഒക്കെ പറ്റുന്നത്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ഒരുപാട് ഡോക്ടേഴ്സ് ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ വളരെ സന്തോഷമായിരുന്നു. കൂടുതൽ ഡോക്ടേഴ്സ് പിന്നെ പക്ഷെ ബ്ലൂം അടിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചേ കൂടുതൽ വിയറ്റ്നാം സൂപ്പറിൽ നിറച്ച് ചക്ക. ഇപ്പൊ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ചെയ്തതല്ലേ, അപ്പൊ ശരിക്കും ഈ സീസണിലെല്ലാം അടിക്കുന്നത്. കാരണം ഇപ്പൊ നാടൻ്റെയൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ ഈ നാടൻ്റെയൊക്കെ വരുന്ന നമുക്ക് മറ്റേ മാർക്കറ്റ് സ്വല്പം കുറഞ്ഞു. അപ്പൊ ഇത് നമ്മളുടെ ഫസ്റ്റ് പരീക്ഷണമാണല്ലോ. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പ്ലാവ് നിറച്ച ബ്ലൂമിനായിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചക്ക കൂടുതലാണ്. ഈ ചക്ക കണ്ടിട്ടാണ് ഈ ആൾക്കാർ വിളിക്കുന്നത്. പിന്നെ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇപ്പൊ ഈ മെയിൽ ഫ്ലവർ ഉണ്ടല്ലോ, അത് വരെ കഴിഞ്ഞു പോണേന് നമ്മളെ ഒരു ഡോക്ടർ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സാപ്പ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിൽ ചെന്നിട്ട് മെയിൽ ഫ്ലവറിനെ കാണിച്ചു കൊടുക്കും, ഫീമെയിലിനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇതാണ് സംഭവം, അപ്പൊ ഇതാണെങ്കിൽ കരിഞ്ഞു പോകും, അത് ചീത്തയായി പോകില്ല. അതൊക്കെ പറഞ്ഞു ഒരു പരിധി വരെ മനസ്സിലാക്കണം. പക്ഷേ ഒരു 2 ഡോക്ടേഴ്സാ ഫാമിലി, ഭാര്യ കഴിക്കുള്ള ഇഷ്ടമാണ്. എന്നാലും ഇതിനാ അപ്പൊ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും സാറിന്റെ സപ്പോർട്ടാണ്. എനിക്കൊരു വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കണമെന്ന്. അതിന് കൺവെൻഷൻ സാറ് എന്താണ് നിമിത്തമായി വേണം പറയാൻ. ഇതിന്റെ എല്ലാ സംശയങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഞാനാണ് പറമ്പിലെ കാര്യങ്ങളും. അപ്പൊ കൃഷിയിൽ അടുത്തൊരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി ഈ ഒരു മാസത്തിനുള്ളിൽ എന്നുള്ളതാണ് ഒരു സന്തോഷം. കാര്യം ചാനൽ മാത്രമായിട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലതാണല്ലോ അടുത്തൊരു സ്റ്റെപ്പ്. നഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് പറയും നിങ്ങളുടെ അടുത്ത് നിന്ന് ചെടി വാങ്ങിക്കണം, എന്ത് ചെയ്യണം. പക്ഷെ അതിലേക്ക് നമുക്കൊരു ധൈര്യം ഇല്ലായിരുന്നു. പക്ഷെ ചെറിയ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിപ്പോ എന്തായാലും സാധിച്ചു. അതെ അതെ, ഇനി കുറച്ചുകൂടി പഠിക്കാനുണ്ട്. കുറെ പ്രോഡക്റ്റുകളുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാം യൂസ് ചെയ്തിട്ടില്ല, ഓരോ സ്റ്റെപ്പിങ്ങനെ യൂസ് ചെയ്ത് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു 10-20 വർഷം സ്വന്തമായിട്ട് ലൈസൻസ് എടുത്തിട്ട് വീടൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പാലക്കാടുള്ള വേണുസാറില്ലേ, വേണുസാറിൽ വഴിയാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. പുതിയ വീട് വെച്ച ശേഷം ഓഫ്സെറ്റാണ് വീട്ടിലിട്ടേക്കുന്നത്. കൃഷി ഇങ്ങനെ സ്ഥലമൊന്നുമില്ല. അപ്പൊ ടെറസിന്റെ മുകളിൽ ഡ്രമ്മൊക്കെ വെച്ച് കുറെ ഫ്രൂട്ട് പ്ലാന്റ്സും പിന്നെ ഗ്രോ ബാഗില് പച്ചക്കറിയൊക്കെ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ പ്രോഡക്റ്റിന്റെ ഒരു ഗുണമായിട്ട് ഞാൻ പറയണത് നമ്മളൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവർ ചോദിച്ചു വരും. അതാണ് ഇതിന്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞത്. ആരും വേണ്ടാന്ന് പറയില്ല. അതായത് ഇപ്പൊ നമ്മള് വേറെ കെമിക്കൽ പ്രോഡക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ ചെടികൾക്ക് നശിച്ചൊക്കെ പോകും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമായി വീണ്ടും വീണ്ടും ആവശ്യക്കാര് വരും. അതാണ് നിങ്ങളുടെ വിജയത്തിലുള്ള മനസ്സിലാക്കണേ. ഞാനിത് വന്നിട്ട് ഒരു മാസം ആവുന്നുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ എടുത്തത്. അങ്ങനെ അറിയാവുന്ന ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. സാറിന്റെ